ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പ പ്രദർശനം എന്നാണ് ഇക്വഡോർ ഫ്ലവർ ഷോ അറിയപ്പെടുന്നത്. പല രൂപത്തിലും നിറത്തിലും തരത്തിലുമുള്ള നിരവധി പൂക്കളുണ്ടെങ്കിലും മേളയുടെ പ്രധാന ആകർഷണം റോസാപ്പൂക്കൾ തന്നെയാണ്. സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പുഷ്പപ്രേമികളാണ് ക്യോട്ടോയിലെ ഈ പുഷ്പമേളയിലേക്ക് ഒഴുകിയെത്തുന്നത്. 1,35,000 സ്ക്വയർ ഫീറ്റിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ പുഷ്പ പ്രദർശനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മേളയായിട്ടാണ് വിശേഷിക്കപ്പെടുന്നത്. പുഷ്പമേളയിലെ റോസ് ഫെയർ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ മേളയിലെ പ്രധാന അട്രാക്ഷൻ തന്നെ പല നിറത്തിലും തരത്തിലുമുള്ള പനിനീർപ്പൂക്കൾ തന്നെയാകും. 2 വർഷത്തിൽ ഒരിക്കലാണ് ഇക്വഡോറിലെ പുഷ്പ പ്രദർശനം നടക്കുന്നത്. പുഷ്പമേളയോടൊപ്പം പുഷ്പ വിപണനത്തെയും ഇവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഇവരുടെ പ്രത്യേകത. The exhibition here in Ecuador is organized because of the simple reason that the flowers are produced in Ecuador. So if you want to promote the flowers, you have to be where they are being produced, and that's here in Ecuador. That's why every 2 years there's an trade exhibition in this country to promote flowers, especially roses, and many buyers all over the world are coming here to see what is being produced and what is ready to be exported. വ്യത്യസ്തമായ പനിനീർപ്പൂക്കൾ തന്നെ മേളയുടെ പ്രധാന ആകർഷണമെങ്കിലും ഒന്നിലധികം നിറങ്ങളിൽ വിരിയുന്ന ടിൻഡഡ് റോസിനാണ് ഏറ്റവും പ്രിയം. ഈ പൂക്കളിലെ ജലാംശത്തെ പൂർണ്ണമായും നീക്കിയാണ് ടിൻഡഡ് റോസുകളുടെ ഉൽപ്പാദനം. അല്പം പോലും ജലാംശമില്ലാത്ത റോസാ ചെടിയുടെ തണ്ടുകളെ നിറങ്ങൾ ചേർത്ത ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റി റീഹൈഡ്രേറ്റഡ് ആക്കുന്നു. കറുത്ത നിറത്തിലൊഴികെ മറ്റെല്ലാ നിറങ്ങളിലുമുള്ള പൂക്കൾ ഇവിടെയുണ്ട്. Se deshidrata la flor, se la mata propiamente y una vez que está muerta sin agua, se corta el tallo en 4 o 3 pedazos y cada uno va en una probeta con un color diferente. തദ്ദേശീയരായ 200-ലധികം പുഷ്പകൃഷിക്കാരാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത്. 37 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് പുഷ്പ പ്രദർശനം കാണാൻ എത്തുന്നത്. ഇനി പുഷ്പങ്ങളെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും പഠിക്കണോ? അതിനുമുണ്ട് സൗകര്യമിവിടെ. സെമിനാറുകളും ഓപ്പൺ ഹൗസുകളും ഒക്കെ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്.